ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ പവി കെയർ ടേക്കർ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടി തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണല്ലോ. ദിലീപിന് നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത ഒരു കംപ്ലീറ്റ് ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒട്ടനേകം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മലയാളം സിനിമകളുടെ കൂട്ടത്തിലേക്ക് പവി കെയർ ടേക്കറും ഇടം നേടിയെടുക്കുകയാണ്. ഒരു സൈഡിലൂടെ നല്ല രീതിയിൽ ഡിഗ്രേഡിംഗ് എല്ലാം തന്നെ സിനിമയ്ക്കെതിരായിട്ടും പതിവ് പോലെ ദിലീപ് സിനിമകൾക്കെതിരായിട്ടുള്ളതുപോലെ അതേ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നിലവിൽ ഏറ്റിട്ടില്ല. നിലവിൽ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ബുക്കിംഗിൽ കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ മികച്ച വർധന എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എല്ലാം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് കേരളത്തിലെ പല തിയേറ്ററുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ സിനിമ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് സിനിമ പോകും. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും ഏറെ നിർണായകം തന്നെയാണ്. ദിലീപ് തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് വികാരാധീനനാകുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. കഴിഞ്ഞ സിനിമകൾ പരാജയപ്പെട്ടതിൽ വൻ നിരാശയിലാണ് ദിലീപ് എന്ന് നേരത്തെ പുറത്തു വന്ന ദിലീപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. പവിയുടെ അഭിപ്രായം ദിലീപിന് എന്തായാലും ആശ്വാസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ബോക്സ് ഓഫീസിലും സിനിമ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പോഴും മികച്ച ഹോൾഡോടെ ആവേശം ഉൾപ്പെടെയുള്ള സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തയാഴ്ച പുതിയ മലയാളം സിനിമകളും റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര വരുമെന്നാണ് നാം ആവേശത്തോടെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 3 സിനിമകൾക്ക് നൽകിയ പ്രൊമോഷന്റെ പകുതി പോലും ദിലീപ് പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്ക് നൽകിയിട്ടില്ല. ആകെ ഒരു മികച്ചൊരു പ്രൊമോഷൻ രീതി എന്ന് പറയാവുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ദിലീപ് വരുന്നത് മാത്രമാണ്. ഇന്ന് രാത്രിയിലെ എപ്പിസോഡിൽ ബിഗ് ബോസിൽ ദിലീപാണ് എത്തുന്നത്. അത് പ്രൊമോ വീഡിയോസിൽ നിന്ന് വ്യക്തം. എന്തായാലും അങ്ങനെ കൂടുതൽ കുടുംബ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ദിലീപിന്റെ അവസാനത്തെ വിജയം നേടിയെടുത്ത വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങളാണ് പവി കെയർ ടേക്കർ നേടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ മറികടന്ന് നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെടട്ടെ എന്ന് ആശംസിക്കാം. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത്? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.